മനുഷ്യൻ്റെ ജീവന് ഒരു വിലയുമില്ലാത്തൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ആരെ വേണമെങ്കിലും എപ്പം വേണമെങ്കിലും കൊല്ലാം. അതിന് പ്രത്യേകിച്ച് വലിയൊരു റീസൺ ഒന്നും വേണമെന്നില്ല. ചെറിയ എന്തെങ്കിലും കാര്യങ്ങളൊന്ന് നോക്കിയെന്നോ അല്ലെങ്കിൽ ഒന്ന് ചിരിച്ചെന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാതെ ഇങ്ങോട്ട് വരിക, കൊല്ലുക, പോകുക. ഇത് തന്നെയാണ് ഇപ്പം നടക്കുന്നത്. അതായത് ഈ കാലഘട്ടത്തിൽ കുട്ടികളെന്നോ മുതിർന്നവരെന്നോ ഒന്നും ഭേദമില്ല. എല്ലാവർക്കും പെട്ടെന്നൊരു ദേഷ്യം ഉണ്ടാകുന്നു. ചെറിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കാം. അതിനെ തുടർന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ സംസാരത്തിൻ്റെ പേരിൽ പിന്നെ വലിയ വലിയ വാഗ്വാദങ്ങളാകുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഒരാളെയൊക്കെ കൊല്ലുന്നു. ഇതാണിപ്പം നമ്മൾ കാണുന്നത്. ചെറിയ ചെറിയ റീസൺസാണ്. ഇപ്പം തന്നെ നോക്കൂ, നെടുമ്പാശ്ശേരിയിൽ ആ ഒരു പയ്യൻ ചെറിയൊരു കാര്യമാണ്, അതായത് ഓവർടേക്ക് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ചെറിയൊരു സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് വലിയൊരു ഈഗോയിലേക്ക്, അതായത് എന്നെ ചോദ്യം ചെയ്യാൻ നീ ആര് എന്ന രീതിയിൽ CSF ഉദ്യോഗസ്ഥരെ നമുക്ക് ചോദ്യം ചെയ്യാൻ പാടില്ല. അവർക്കൊരു ഈഗോ ഹേർട്ട് ചെയ്യുക, ചോദിച്ചവരെ തിരിച്ച് ഇതേപോലെ കൊല്ലുക, മാരകമായി ഉപദ്രവിക്കുക. ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ ഒരു ചിന്ത. ഈ രീതിയിലാണ് നമ്മുടെ കാലഘട്ടം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ നോക്കൂ, നമ്മുടെ ഇന്ത്യൻ ആർമി എല്ലാവരും അപ്പം അങ്ങനെ അഭിമാനം കൊണ്ട് നിൽക്കുന്നൊരു സമയമാണ് അല്ലേ. ആ സമയത്താണ് ഈ CSF ഉദ്യോഗസ്ഥർ ഇമാതിരി പണി ചെയ്തത്. എന്നാലോചിച്ച് നോക്കൂ, എന്തിനും ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും ഇതുപോലത്തെ കുറേ കൃമികീടങ്ങളുണ്ട് അല്ലേ. നമ്മളത് സമ്മതിച്ചേ വരത്തുള്ളൂ. ഇനി എത്ര എന്ന് പറയാൻ പറ്റത്തില്ല. എത്ര നല്ല പൊസിഷനുള്ള ആളുകളാണെങ്കിലും ഇവരുടെ മനസ്സിൽ, പല ആളുകളുടെ മനസ്സിലും ഭയങ്കര ഈഗോയുണ്ട്. ഇതുപോലത്തെ കൃമിയുള്ള പല ആളുകളും ഉണ്ട്. അതുപോലുള്ള 2 വ്യക്തികളായിരുന്നു ഈ CSF ഉദ്യോഗസ്ഥർ. കാര്യം 2 പേർക്ക് നല്ല രീതിയിൽ ഈഗോ ഹേർട്ട് ചെയ്തതിൻ്റെ പേര് തന്നെയാണ് ആ ഒരു പയ്യനോട് ഇത്രയേറെ ക്രൂരമായി പെരുമാറിയത്. മാത്രമല്ല, താനൊക്കെ എന്ത് ചെയ്താലും ചോദിക്കാൻ ഇവിടെ ആരും വരില്ല. ഒരുപാട് പിടിപാടുണ്ട്. കാര്യം ഇവർ മുഖാന്തരം പല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരിക്കും. കാര്യം അതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ സപ്പോർട്ടും ഉണ്ട്. തിരിച്ച് അങ്ങോട്ട് സഹായിക്കുമ്പോൾ തിരിച്ച് സഹായം കിട്ടുമല്ലോ. ആ ഒരു സപ്പോർട്ടൊക്കെ ഉണ്ടാകുമെന്നുള്ളൊരു അഹങ്കാരം ഇവർക്കുണ്ട്. ഇവിടെ തന്നെ നോക്കൂ, ഐവിൻ എന്ന് പറയുന്ന ഒരു പയ്യനെ എന്ത് ക്രൂരമായിട്ടാണ് ഇവന്മാരെ കൊന്നത് അല്ലേ. അതായത് റോഡിൽ അവർ മദ്യവെച്ച് അങ്ങനെ ഇരുന്നാണോ ഇനി എന്താണ് സംഭവം എന്നറിയില്ല. എന്തായാലും ഈ ഒരു ഓവർടേക്കിങ് ചെയ്യുന്നതിൻ്റെ പേരിലും അല്ലെങ്കിൽ വണ്ടി അങ്ങനെ എന്തിനാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് എന്നൊരു പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യമായി മിഡിൽ ഫിംഗർ കാണിക്കുന്നു. ആ പയ്യൻ തിരിച്ച് ചോദിക്കുന്നു എന്തിനാണ് കാണിച്ചതെന്ന്. പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ഇവർക്ക് കൂടുതലും ആ ഒരു ദേഷ്യം ഉണ്ടായത്. നമ്മൾ ആ വീഡിയോ CCTV കാണുമ്പോൾ ഇവർ പോലീസിനെ വിളിക്കുമെന്ന് ഈ പയ്യൻ പറയുമ്പോഴാണ് ഇവർക്ക് കൂടുതൽ ദേഷ്യം ഉണ്ടാകുന്നത്. കാര്യം പോലീസിനെ നീ വിളിക്കുമോ, എന്നാൽ നിനക്ക് കാണിച്ചു തരാം എന്ന രീതിയിൽ. മാത്രമല്ല, അപ്പോൾ പോലീസിനെ വിളിച്ചാൽ ഇവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് തോന്നലുണ്ടാകാം. അതുകൊണ്ടാണ് ആ വണ്ടി പെട്ടെന്ന് ബാക്കിലോട്ട് എടുക്കുകയും ഈ ഒരു പയ്യനെ ഇടിച്ചു കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നത്. മാത്രമല്ല, ആ ഒരു പയ്യനെ 1.5 കിലോമീറ്ററോളം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ബോണറ്റിൽ ഇട്ടുകൊണ്ട് തന്നെ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുകയും ആ ഒരു പയ്യൻ താഴേക്ക് വീഴുകയും ചെയ്യുന്നു. അതൊക്കെ അയാൾക്ക് അറിയാം. ഈ വണ്ടി ഓടിച്ച ആൾക്കറിയാം. വണ്ടി ഓടിച്ച ആളെന്ന് പറയുന്നത് CSF SA ആയിട്ടുള്ള വിനയ് കുമാർ ദാസ്, അതുപോലെ തന്നെ ബീഹാർ സ്വദേശിയായ CSF കോൺസ്റ്റബിൾ ആയിട്ടുള്ള മോഹൻ കുമാർ. ഇവർ 2 പേരും ആയിരുന്നു ആ ഒരു CSF ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബ്രേക്ക് പിടിച്ചപ്പോൾ ഈ ഒരു പയ്യൻ വണ്ടിക്ക് അടിയിലേക്ക് പോവുക ചെയ്ത് ആ ഒരു പയ്യനെ വലിച്ചിഴച്ച് വണ്ടി ഏതോ 100-200 മീറ്ററോളം പിന്നെയും വണ്ടി സഞ്ചരിച്ചു. ആ വലിച്ചിഴച്ച് കൊണ്ടുപോവുക ചെയ്തത്. അപ്പം ആ ഒരു ബോഡി എന്ന് പറയുന്നത് വളരെയധികം ദാരുണമാണ്. അതായത് തേഞ്ഞു പോയെന്ന് പറയുന്നത് പല ഭാഗങ്ങളും. ആ ഒരു അവസ്ഥയിലായിരുന്നു എന്ന് പറയുന്നത്, കണ്ടു നിന്നവർ പറയുന്നത്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ ആംബുലൻസ് വിളിച്ചാണ് കൊണ്ടുപോയത്. കാര്യം അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല. ആ ഒരവസ്ഥയിരിക്കെ പിടിച്ചാൽ എന്തെങ്കിലും പറ്റിപ്പോകുമോ എന്നുള്ള പേടി കാരണം ആംബുലൻസ് പിടിച്ചാൽ കൊണ്ടുപോയത്. പക്ഷേ എന്ത് ചെയ്യാനൊക്കും, ആ ഒരു അമ്മയ്ക്കും അച്ഛനും ഒരു മകനെ നഷ്ടപ്പെട്ടു. ആ ഒരു അമ്മയുടെ കണ്ണീര് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ആ ഒരു അമ്മ പറയുന്നത്, ബൈക്കിൽ പോയാൽ പട്ടി എങ്ങാനും കുറുക്ക് ചാടി അങ്ങനെ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാലോ എന്ന് പറഞ്ഞിട്ടാണ് കാറിൽ കൊടുത്തു വിട്ടതെന്ന്. പക്ഷേ ആ കാറിൽ പോയിട്ട് ആ ഒരു സൈഡ് കിട്ടില്ലെന്ന പേരിൽ ആ ഒരു പയ്യന് ഈ ഒരു അവസ്ഥ ഉണ്ടായി. നനച്ചു നോക്ക്, എന്ത് പൊന്നു പോലെ ആയിരിക്കും ആ ഒരു അമ്മയും അച്ഛനും മക്കളെ വളർത്തിക്കൊണ്ട് വന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ഇനി എന്തെന്നൊക്കെ പറഞ്ഞാലും ഈ 2 പേർക്കും തക്കതായ ശിക്ഷ തന്നെ കിട്ടണം. മാത്രമല്ല, ഇതിൽ വലിയൊരു രസം എന്ന് പറയുന്നത് ഈ 2 പേര്, ഈ CSF ഉദ്യോഗസ്ഥരെ 2 പേരിൽ വിനയകുമാർ എന്ന് പറയുന്ന ഒരാളാണ് വണ്ടി ഡ്രൈവ് ചെയ്തത്. ഇയാളെ അവിടെ വെച്ച് തന്നെ പോലീസ് പിടിച്ചിട്ടുണ്ട്. കാര്യം നാട്ടുകാർ വളഞ്ഞിട്ട് നല്ല രീതിയിൽ ഇടികൊടുത്തിട്ടുണ്ട്. കാര്യം ഇയാളുടെ താടിയെല്ലിന് പരുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിനയകുമാർ എന്ന് പറഞ്ഞ വ്യക്തിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. താടിയെല്ലിന് പരുക്കളുണ്ട്. ഈ ബീഹാർ സ്വദേശിയായിട്ടുള്ള മോഹൻ കുമാർ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. എന്നിട്ട് അവൻ പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് കയറുകയും ചെയ്തു. അപ്പോൾ ഡ്യൂട്ടി സ്ഥലത്ത് നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അപ്പോൾ അവൻ്റെ ഒരു ധൈര്യം നോക്കെ, എന്ത് തെറ്റ് ചെയ്താലും ഞങ്ങൾ ഇവിടെ രക്ഷപ്പെടും
ഞങ്ങൾ രക്ഷപ്പെടുത്താൻ ഇവിടെ രാഷ്ട്രീയക്കാരുണ്ട് എന്നുള്ള ഒരു ധൈര്യം അവനുണ്ട്. അതുകൊണ്ടല്ലേ ആ പിറ്റേ ദിവസം ഡ്യൂട്ടിക്കും കയറി. എന്തായാലും ഇവരൊക്കെ എത്ര സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാലും, ഇനി ഇവരൊക്കെ പുറകിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇവന്മാരൊന്നും ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. കാര്യം തന്നെ CCTV ദൃശ്യമുണ്ട്, ദൃക്സാക്ഷികളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഇവന്മാർ കുടുങ്ങും. ഇവന്മാർ വെറുതെ കുടുങ്ങുമല്ല, ഇവന്മാരെ ജോലി പോകും.